ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മ സീക്രട്ട് റെസിപ്പിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പാഷൻ ഫ്രൂട്ട് ബനാന മിൽക്ക് ഷേക്ക് ആണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഷേക്കിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പാഷൻ ഫ്രൂട്ട് ഇവിടെ 4 എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ചെറിയ പഴം, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, വാനില ഐസ്ക്രീം, 2 കപ്പ് പാല്. ആദ്യം നമുക്ക് ഈ പാഷൻ ഫ്രൂട്ട് ഒന്ന് മുറിച്ച് ഇതിലെ മാതളം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പഴുത്ത പാഷൻ ഫ്രൂട്ടിന് പുളി കുറവായതുകൊണ്ട് നമ്മൾ ഷേക്കിലേക്ക് പഴുത്ത പാഷൻ ഫ്രൂട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി ഈ മിക്സിയുടെ ജാറിലേക്ക് പാഷൻ ഫ്രൂട്ടിന്റെ മാതളം ഇട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതിന്റെ കുരു അരയാതെ ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മാത്രം മതി. ഇനി നമുക്കിത് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കണം. പാഷൻ ഫ്രൂട്ട് ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ പഴമാണ് എടുത്തേക്കുന്നത്. അതിങ്ങനെ ഒന്ന് അരിഞ്ഞെടുക്കാം. വലിയ പഴമാണെന്നുണ്ടെങ്കിൽ ഒരു പഴം എടുത്താൽ മതി. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഈ പഴം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഇവിടെ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ള പാലാണ്. ഇതിലേക്ക് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ പഞ്ചസാര ഇവിടെ 2 ടേബിൾ സ്പൂൺ മാത്രമേ എടുത്തിട്ടുള്ളൂ. പാഷൻ ഫ്രൂട്ടിന്റെ പുളി അനുസരിച്ച് വേണം നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാൻ. ഇതിലേക്ക് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അടിച്ചെടുക്കാം. പാഷൻ ഫ്രൂട്ട് ബനാന മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇതിലേക്ക് 1 സ്കൂപ്പ് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഷേക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിൽ ഇനി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പാഷൻ ഫ്രൂട്ടിന്റെ മാതളം കൂടി ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. പാഷൻ ഫ്രൂട്ട് ബനാന മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.